ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ഭാരം ഉണ്ടായിരുന്നു. ഒരു കയ്യോ കാലോ പോലും കറക്റ്റായിട്ട് അനക്കാൻ പറ്റില്ല, മുഖത്തൊരു കൊതു വന്നിരുന്നാൽ പോലും അത് അടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അമ്മ പെട്ടിരുന്നത്. എൻ്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവരുന്നത് 2022 ഓഗസ്റ്റിലാണ്. തികച്ചും ആകസ്മികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഞങ്ങൾ എത്തിപ്പെട്ടത്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഫാളും അതിനുശേഷമുള്ള സർജറിയും അതിനുള്ള പോസ്റ്റ് സർജറി ട്രോമയും കൂടിയും പിന്നെ ഡിമെൻഷ്യയുടെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു അറ്റാക്കും എല്ലാം കൂടിയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. ശരിക്കും ഞങ്ങളൊരു അപ്സെറ്റായി പോയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഒരു കയ്യോ കാലോ പോലും കറക്റ്റായിട്ട് അനക്കാൻ പറ്റില്ല, മുഖത്തൊരു കൊതു വന്നിരുന്നാൽ പോലും അത് അടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അമ്മ പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളെ നോക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് തീരെ പോസിബിൾ ആയിരുന്നില്ല. ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങളൊരു വീട്ടിലേക്ക് കോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ഭാരം ഉണ്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വെൽ വെന്റിലേറ്റഡ്, അതുപോലെ ഒരു ഹോംലി ആയിട്ടുള്ള എല്ലാതര ആൾക്കാരുടെ സമീപനം, ഡോക്ടേഴ്സിൻ്റെ കെയർ, പീരിയോഡിക്കായിട്ടുള്ള ലാബ് ടെസ്റ്റ്, പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലായിട്ടോ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫീൽ ആവത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഹോംലി അറ്റ്മോസ്ഫിയർ.